കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയും ഏരിയ കമ്മിറ്റിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കടുത്ത നടപടിയിലേക്കൊക്കെ പോകുമോ? എന്താണ് വിവരങ്ങൾ? ഈ സഹകരണ മേഖലയിലെ ഈ തെറ്റായ പ്രവണതകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPM നേതൃത്വം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണോ ഈ കുട്ടനെല്ലൂരിലെ ഇടപെടൽ? വിജയകുമാർ, കർശന നടപടിയിലേക്ക് CPM നേതൃത്വം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റിൽ അതിരൂക്ഷ വിമർശനമാണ് ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ ഉയർന്നത്. ഒല്ലൂർ ഏരിയ കമ്മിറ്റി ഈ വിഷയത്തിലടക്കം വലിയ രീതിയിൽ നിസ്സംഗത പാലിച്ചു. അതോടൊപ്പം തന്നെ നേതാക്കളുടെ മൗന പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് ഈ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് ഈ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലും ഉണ്ടായിരിക്കുന്നത്. 2022 മെയ്യിൽ സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയ റിപ്പോർട്ട് പ്രകാരം 27 കോടി രൂപയുടെ ക്രമക്കേട് ഈ ബാങ്കിൽ നടന്നു എന്നുള്ളതാണ് സഹകരണ വകുപ്പിന്റെ തന്നെ കണ്ടെത്തൽ. പക്ഷേ അതിനേക്കാൾ ഇതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം അടക്കം ഈ ബാങ്ക് പരിധിയിൽ പെടാത്ത സ്ഥലത്തിനടക്കം ഈ സ്ഥലത്തിന്റെ വാല്യൂ അധികരിച്ച് നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതിന്റെ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശന നടപടിയിലേക്ക് CPM കടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം നാളെ രാവിലെ 8:30 ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ യോഗം തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയെങ്കിൽ ഒല്ലൂർ ഏരിയ കമ്മിറ്റി വിടാനുള്ള ഒരു സാധ്യതയും തെളിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പ്രത്യേകിച്ച് തൃശൂർ കോർപ്പറേഷന്റെ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് ഇത് ഈ ക്രമക്കേടിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടന്നത് എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലെങ്കിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് കൂടി നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റ് അവസാനിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതുള്ളൂ. വിജയകുമാർ, ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ അപ്പാടെ നടപടി ഉണ്ടായേക്കും. ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയും നടപടി ഉണ്ടായേക്കുമെന്നാണ് സുരേഷ് സജി വിവരങ്ങൾ നൽകുന്നത് തൃശ്ശൂരിൽ നിന്ന്.